കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ ശത്രുതാപരമായ അവഗണനയ്ക്കെതിരെ അണിനിരക്കാൻ ആഹ്വാനം ചെയ്തത് CPIM-ന്റെ സംസ്ഥാന സമ്മേളനം. വയനാട് ദുരന്തത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനം, കേരളീയർ ഒറ്റക്കെട്ടായി പ്രതിഷേധമുയർത്തണം, ഇതൊക്കെയാണ് പ്രമേയങ്ങളിലൂടെ ആവശ്യപ്പെട്ടത്, ആഹ്വാനം ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണന സാമ്പത്തിക ഉപരോധത്തിന്റെ തലത്തിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. ഫെഡറൽ സംവിധാനം തകർത്ത് അധികാരം കേന്ദ്രീകരിക്കുക, കേരളം ഉയർത്തുന്ന ബദലിനെയും വർഗീയതയ്ക്കെതിരായ പ്രതിരോധത്തെയും ദുർബലപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളാണ് ഇതിന് പിന്നിൽ. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ ക്രൂരമുഖമാണ് പ്രകൃതി ദുരന്തങ്ങളോടുള്ള സമീപനം. കേന്ദ്ര നിലപാടിനെതിരായ പോരാട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണ വേണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ അഭ്യർത്ഥിച്ചു. വയനാട് ദുരന്തത്തോടുള്ള കേന്ദ്ര സമീപനത്തിനെതിരെ കക്ഷി രാഷ്ട്രീയ മതജാതി ഭേദമില്ലാതെ ഒന്നിച്ചണിനിരക്കണമെന്നും പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്തു. രാജ്യത്തെ പൊതുമേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെടുന്നതാണ് സമ്മേളനം പാസാക്കിയ മറ്റൊരു പ്രമേയം. രാജ്യത്തെ പൊതുമേഖലയെ സമ്പൂർണ്ണമായി തകർക്കാനുള്ള നീക്കമാണ് മോദി സർക്കാർ നടത്തുന്നതെന്ന് പ്രമേയം വിമർശിച്ചു. ഇതുവരെ വിറ്റഴിച്ച പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 70% മോദി ഭരണകാലത്താണ്. പൊതുമേഖലാ സ്വകാര്യവൽക്കരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി 2025 മെയ് മാസത്തിൽ ട്രേഡ് യൂണിയൻ സംയുക്ത സമരസമിതി ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ ദേശീയ പ്രക്ഷോഭം വിജയിപ്പിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ അഭ്യർത്ഥിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന ശത്രുതാപരമായ സമീപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് സമ്മേളനം പ്രമേയത്തിലൂടെ രേഖപ്പെടുത്തിയത്. ഒപ്പം മലയാളികൾ ഒറ്റക്കെട്ടായി കേന്ദ്ര നിലപാടിനെതിരെ അണിനിരക്കണമെന്ന ആഹ്വാനവും. സമ്മേളന നഗരിയിൽ നിന്നും ക്യാമറമാൻ അഖിലേഷ് കൊടുമണിനൊപ്പം M. സന്തോഷ്.